വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, നമ്മുടെ എല്ലാം പിന്തുണ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പലസ്തീന്റെ ഇന്ത്യൻ അംബാസിഡർ ബഹുമാനായ അബ്ദുള്ള ഷവൈസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, 23 ലക്ഷത്തിലധികം വരുന്ന ഗാസയിലെ മനുഷ്യർ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവരണാതീതമായ പീഡനങ്ങളുടെയും ത്യാഗത്തിന്റെയും പശ്ചാത്തലത്തിൽ ഒരു ജനതയാകെ കൊന്നെടുക്കാനുള്ള അതിഭീകരമായ ശ്രമങ്ങൾ സാമ്രാജ്യ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ഈ കോഴിക്കോട് ഈ സായാഹ്നത്തിൽ ഒത്തുചേർന്നുകൊണ്ട് ആയിരക്കണക്കായ മനുഷ്യരാണ് പലസ്തീന് അതിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊട്ടും പുതുമയുള്ള ഒരു കാര്യമാണ്. എത്രയോ ദശാബ്ദങ്ങളായി ഇടതു പാർട്ടികൾ, പ്രത്യേകിച്ച് ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ പൊതുവെ പലസ്തീൻ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. ബഹുമാനായ അംബാസഡർ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CPI ചണ്ഡീഗഡ് കോൺഗ്രസിൽ പ്രത്യേക അതിഥിയായി പങ്കെടുക്കുകയുണ്ടായി. CPIM പാർട്ടി കോൺഗ്രസ് നടന്നപ്പോഴും അദ്ദേഹം അവിടെയും എത്തിച്ചേർന്നു. ഞങ്ങളുടെ എല്ലാ പാർട്ടി ഓഫീസുകളിൽ അദ്ദേഹം പ്രത്യേകമായ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഡൽഹിയിൽ നടന്ന നിരവധിയായ ഐക്യദാർഢ്യ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി. നമ്മളെല്ലാവരും പൊരുതുന്ന പലസ്തീനിന്റെ കൂടെയാണോ എന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ദീർഘമായ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് അദ്ദേഹം സംസാരിച്ചു കഴിയുകയും ചെയ്യും. പലസ്തീൻ കടന്നു വന്ന വഴികളെ കുറിച്ച്, അവരെ എത്തിപ്പെട്ടിരിക്കുന്ന അസാധാരണമായ ദശാസന്ധിയെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചു. നിരന്തരമായി തുടരുന്ന വംശഹത്യക്ക്, 90% വീടുകൾ തകർക്കപ്പെട്ട ഈ ക്രൂരതയ്ക്ക്, ആയിരക്കണക്കിന് കുട്ടികളെ അനാഥരാക്കി ഹത്യക്ക് ഏതാണ്ട് 2 വർഷം പൂർത്തിയാവുകയാണ് ഒരു പുതിയ ഘട്ടത്തിലുള്ള ആക്രമണങ്ങൾക്ക്.